സാറേ 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 ഒരാളിപ്പോ വന്നില്ലേ? അതേതാ കക്ഷി? അത് വരയ്ക്കാൻ വന്നതാ. ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഒരു പന്തിയെടുത്ത് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. താൻ നല്ലോണം നോക്കിക്കോണം. അകത്തുള്ളത് വിലപിടിപ്പുള്ള ഡോക്യുമെന്റ്സാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. സാറ് ചെല്ല്. ശരി. ഹലോ ഹലോ സാറേ, നകുലനാ. സാറൊന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് വരുമോ? എന്തെങ്കിലും അത്യാവശ്യമാണോ നകുല? അതെ സാർ, അത്യാവശ്യം. ഒന്ന് പെട്ടെന്ന് വാ സാറേ. ശരി. കണ്ട സാറേ, സൂക്ഷിച്ച്. സൂക്ഷിച്ച്. മുറ്റാനാണ്. സാറേ, അതിനെ കൊല്ലണ്ടായിരുന്ന? അതേതായാലും ശരിയായില്ല. ഈ രാവും പകലും മുഴുവൻ ഞാൻ ഇവിടെ കിടന്ന് കറങ്ങണല്ലേ. സൂക്ഷിച്ചാ മതി. അത് നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ലേ. എന്റെ കാര്യം ദൈവം തമ്പുരാൻ അറിയാം. തൽക്കാലം ഇത് മതി. മനസ്സിലായില്ല. ഇന്നിനി വർക്ക് ചെയ്യണ്ടെന്ന്. ശരി. എന്തിനാ അതെടുക്കുന്നത്? പൂർത്തിയാക്കി കൊണ്ടുവരാം. അത് വേണ്ട. മിസ്റ്റർ മുരളീകൃഷ്ണൻ, പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? എന്താ സാർ? വരച്ച ചിത്രം ഇവിടെ വെച്ചിട്ട് പോവാൻ. അത് സാർ, പറഞ്ഞത് കേൾക്ക്. സാർ, രാവണിയെ കൊന്നത്
വിനീൻ എന്ന് പറയുന്ന കുട്ടിയാണ് തീർച്ചയുണ്ടോ? തനിക്കെന്ത് തോന്നുന്നു സതീഷ്? എനിക്കൊരു തീർച്ചയുമില്ല. പക്ഷേ പോലീസുകാർ അവൻ്റെ തലയിൽ കെട്ടുവയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. കാരണം എന്താ? വിനയൻ അക്ഷരാർത്ഥത്തിൽ അജ്ഞാതന. ഇത്രയൊക്കെ വാർത്ത വന്നിട്ടും അവനെ തിരക്കി ഒരാൾ പോലും വന്നിട്ടില്ല. പിന്നെ അയാൾ കോമയിലുമാണ്. ഓഹോ, തിരിച്ചു വരാൻ പറ്റാത്ത സ്റ്റേജിലാണോ? ഏറെക്കുറെ. ചാവാൻ പോകുന്ന ഒരുത്തിൻ്റെ പുറത്ത് ഒരു കൊലക്കുറ്റം കൂടി ചുമത്തിയാൽ എന്താ കുഴപ്പം? ഓ, വളരെ പാത്തറ്റിക് ആണല്ലോ. പോലീസുകാരെന്തിനാ അത് ചെയ്യുന്നത്? ആരെങ്കിലും രക്ഷിക്കാനാണോ? ആകാം, അല്ലെന്നും വരാം. മനസ്സിലായില്ല. ഒരു കൊലക്കേസ് എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള വ്യഗ്രത എല്ലാ പോലീസുകാർക്കും ഉണ്ട്. ഓക്കെ, ദാറ്റ് ഐ കൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ പെട്ടെന്നുള്ള കണ്ടെത്തൽ എന്തോ ഒരു ദുരൂഹത തോന്നി. അത് പലരും പറഞ്ഞു. പക്ഷേ ഈ വാർത്തകൾക്ക് ഒരു ദിവസത്തെ ആയുസുള്ളൂ സർ. എല്ലാവരും മറക്കും. ശരി, എന്തോ ഇതൊന്നും ശരിയില്ലെന്ന അഭിപ്രായം എനിക്ക്. ആരെയോ രക്ഷിക്കാൻ? അതെ സർ. പക്ഷെ മറിച്ച് സ്ഥാപിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. ആരെയോ രക്ഷിക്കാൻ തന്നെയാണെന്ന് എൻ്റെയും തോന്നൽ. അതിരിക്കട്ടെ, എങ്ങനെ പോകുന്നു നമ്മുടെ ആ മ്യൂസിയം പ്രോജക്റ്റ്? രവിമാഷ് പറഞ്ഞ പെയിന്റർ വന്നോ? മുരളീകൃഷ്ണൻ വന്നു. എന്തൊക്കെയോ മിസ്റ്ററി ഉള്ളതുപോലെ. എന്താ ഉണ്ടായത്? ഞാൻ നേരിൽ കാണുമ്പോൾ പറയാം സർ. ഇന്ന് കാര്യമായ വർക്കൊന്നും നടന്നില്ല. നമുക്ക് അയാളെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നോക്കൂ, പറ്റിയില്ലേൽ വേറെ ആളെ സംഘടിപ്പിക്കാം. ശരി സർ, ഞാൻ വിളിക്കാം സർ. ബൈ. ഇയാൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞാനിത് കാണുമായിരുന്നു. ഒരാളുടെ മുറിയിലേക്ക് കയറി വരുമ്പോൾ വാതിലൊന്നും മുട്ടാനുള്ള സാമാന്യ മര്യാദയെങ്കിലും വേണം. പറഞ്ഞു മനസ്സിലായോ? സോറി. ഇതൊക്കെ വീട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ തന്നെ പഠിക്കേണ്ടതാ. അങ്ങനെ വീടൊന്നും ഉണ്ടായിരുന്നില്ല. റോട്ടിലെ പട്ടികളെ പോലെ വളർന്നേ. എവിടാ മുരളീകൃഷ്ണൻ്റെ സ്ഥലം? ആരൊക്കെയുണ്ട് വീട്ടിൽ? എനിക്ക് അയാളെക്കുറിച്ച് അറിയണമെന്നുണ്ട്. വാട്ട്സ് യുവർ സ്റ്റോറി? ഒന്നുമില്ല. അതെന്താ? എനിക്കത് പറയാൻ ഇഷ്ടമല്ല. ഇവിടെ ജോലി കിട്ടാൻ ജീവിതവും ചരിത്രമൊക്കെ പറയണമെന്നുണ്ടോ? വേണ്ട. ഈ പെണ്ണിൻ്റെ ശരിക്കുള്ള വേഷം ഇത് തന്നെയാണോ? അതറിയില്ല. ഇതിപ്പോൾ ആക്സിഡൻറ്റാ. മോളിൽ നിന്നെന്തോ പെയിൻറ് വീണപ്പോൾ. ഇത് നല്ല നിറോ. ഈ പെണ്ണിന് ഇതേ ചേരൂ. ഇത് കൊട്ടാരത്തിലെ ഒരു റാണിയാ. ഞാൻ ഇന്നലത്തെ തീർക്കട്ടെ. നിൽക്കൂ.
ഇത് ഇന്നലെ മുരളി വരച്ചതാണ്. ഇന്നലെ ഞാൻ തന്ന നെഗറ്റീവിൽ ഈ സർപ്പത്തിന്റെ ഇമേജ് ഉണ്ടായിരുന്നില്ലല്ലോ. വാതിലിന് വെളിയിലെ സർപ്പത്തെയാണോ നിങ്ങൾ വരച്ചത്? അറിയില്ല. അറിയാതെ പിന്നെ? ഈ നിറം സാർ അറിഞ്ഞു കൊടുത്താലല്ലോ. അറിയാതെ സംഭവിച്ചല്ലേ. ഇതും അങ്ങനെ തന്നെ, ഒരാക്സിഡന്റ്. മാച്ച് കളഞ്ഞേക്കാം. ഞാനിത് പൂർത്തിയാക്കി തരാം. ആരാ? ഞാൻ സതീഷ്, ന്യൂസ് ഫോട്ടോഗ്രാഫറാ. പ്രതിയുടെ ഫോട്ടോ എടുക്കാൻ വന്നതാ. ചെല്ല്. ഇയാൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? കൊണ്ടുവന്നപ്പോൾ ഉള്ള സ്റ്റേജിൽ തന്നെയാ. വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ആരാണ് ഇയാൾ നോക്കുന്നത്? ആരുമില്ലാത്തോണ്ട് ഞങ്ങളൊക്കെ തന്നെ. ശരിക്കും ഇപ്പോൾ ഇയാളുടെ അവസ്ഥ എന്താ? അതിപ്പോ ഡോക്ടറോട് തന്നെ ചോദിക്കണം. ഇതുവരെ ഇയാളെ തിരക്കി ആരും വന്നില്ലേ? എവിടെന്ന്? ഇതിനൊന്നും ആരും ഇല്ലെന്നേ. വെറും വേസ്റ്റ് പണിയാ. കേസിലെ പ്രതിയല്ലേ, നിങ്ങൾക്ക് നോക്കാതിരിക്കാനൊക്കോ? അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നേ. ഇത്രയും ദിവസം സാറ് തന്നെയായിരുന്നോ? മിക്കവാറും ഞാൻ തന്നെ. എന്നിട്ട് വല്ല മിണ്ടോ ഒറ്റ ചെയ്തോ? ഏയ്, ഇത് രക്ഷയില്ലാത്ത കേസാ. ഏതാണ്ട് ക്ലോസ് ആയ മട്ടാ. ഇങ്ങനെ ഒരാളെ കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യമായില്ലേ? എന്താ പറഞ്ഞത്? അല്ല, അല്ലെങ്കിൽ പിന്നെ ശരിക്കുള്ള കൊലപാതകം പിടിക്കാൻ ഓടേണ്ടി വരില്ലായിരുന്നോ? സാറിന് വല്ല പിടിയുണ്ടോ? രാമുണ്ണിയെ ശരിക്കും കൊന്നതാരാ? അതിപ്പോ ആ കിടക്കുന്നവൻ തന്നെ ആയിരിക്കുമെന്നേ. ഓ, അതിപ്പോ നിങ്ങൾ പോലീസുകാർ പറയുന്നതല്ലേ. യഥാർത്ഥ കൊലയാളി വേറെ ആളാ. ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ പണി കളയിച്ചെടുക്കല്ലേ. ജീവിച്ച് പൊക്കോട്ടെ എന്ന്. അല്ല, സാറിന് ദോഷമൊന്നും വരില്ല. യഥാർത്ഥത്തിൽ ഇവൻ തന്നെയാണോ പ്രതി? ആർക്കറിയാം. ഞാൻ സാറിന്റെ അഭിപ്രായമാണ് ചോദിച്ചത്. ഓ, നമ്മുടെ അഭിപ്രായത്തിനൊക്കെ എന്താ വില? മോളിന്ന് പറയും അവനെ പിടിക്കാൻ, നമ്മൾ പിടിക്കും. കാവല് കിടക്കാൻ പറഞ്ഞാൽ കിടക്കും, അത്ര തന്നെ. അല്ല, ഞാൻ ചോദിച്ചത്. മനസ്സിലായി. ഇവനല്ല പ്രതി, വേറാരാണ്ടാണെന്ന് ഞാൻ പറയണം. അതല്ലേ വേണ്ടത്. നടക്കൂല. എൻ്റെ വായിന്ന് അങ്ങനെ ഒന്നും വീഴില്ല. സാറ് പോയാട്ടെ. ശരി.
ഹാ, നകുലനായിരുന്നോ? സാറിന് വേണ്ടി കൊണ്ടുവന്ന വെള്ളമാണ് വീണ്. അത് സാരമില്ല. നകുലിന് ആരെങ്കിലും അകത്തേക്ക് കടത്തി വിട്ടായിരുന്നോ? ഓ, ഒരു പെങ്കൊച്ച് യാമിനി മേഡം പറഞ്ഞു വിട്ടെ. ശരി. വെള്ളപ്പം കൊണ്ടുവരാ വേഗം. യാമിനി പറഞ്ഞയച്ചതല്ലേ? അതെ സർ. എന്താ പേര്? ഉമ്മ. എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ സാർ അറിയും. എന്താ? ഒരിക്കൽ കേൾക്കാൻ ആരുമില്ലാത്ത ഹാളിൽ ഹംസഗാനം പാടിക്കൊണ്ടിരിക്കെ മരിച്ചില്ലേ? അരുൾമൊഴി ഭാഗവതർ. അറിയാം, നന്നായി അറിയാം. എനിക്ക് വലിയ ആരാധനയായിരുന്നു. കേൾക്കാൻ ആരുമില്ലാത്ത വേദിയിൽ ഏറ്റവും ഗംഭീരമായ കച്ചേരി അദ്ദേഹം നടത്തിയത്. അവിടെ വെച്ച് തന്നെ അച്ഛൻ പോയി. ഒന്നോർത്ത അതുമൊരു യോഗം. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഭാഗവതരുടെ ഗംഭീരമായ പാട്ട് കേട്ട് ഓടിക്കയറിയതാ, കുഴഞ്ഞു വീഴുന്നതാ കണ്ടത്. അതുകൊണ്ട് തന്നെ അവസാനത്തെ ഒരു ചിത്രം എടുത്തു വെക്കാനും പറ്റിയില്ല. ഒടുക്ക എൻ്റെ മടിയിൽ കിടന്ന അച്ഛൻ. ഓ, അന്നത്തെ ആ കൊച്ചുകുട്ടി നീയായിരുന്നു അല്ലേ? സാറത് വലിയ വാർത്തയാക്കി. അതിൻ്റെ പേരിൽ കൊട്ടാരത്തിൽ നിന്ന് കുറച്ച് സഹായങ്ങളൊക്കെ കിട്ടി. നല്ല കഷ്ടപ്പാടായിരുന്നു അല്ലേ? പിന്നെ നൃത്തം പഠിച്ചു. ഇപ്പോൾ കഷ്ടി കഴിഞ്ഞുകൂടാ. കുട്ടിക്ക് മോഡലിംഗിൽ വല്ല എക്സ്പീരിയൻസും ഉണ്ടോ? ഇല്ല, പെട്ടെന്ന് പഠിച്ചെടുത്തോളാം. ആ, ശീലം കൊണ്ട് ശരിയാക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞുകൂടി പൊക്കോട്ടെ എന്ന് കരുതിയ യാമിനി ചേച്ചി ഇങ്ങനൊരു സഹായം ചെയ്തത്. എല്ലാം ശരിയാവും. വാ. ഈ ചിത്രം എന്നെപ്പോലെ തന്നെ ഉണ്ടല്ലോ. ഓ, അതെങ്ങനെ സംഭവിച്ചു? മുരളി ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആരവര്? ഇത് ഉമ്മ, പ്രശസ്തനായ അരുൾമൊഴി ഭാഗവതരുടെ മകൾ, നർത്തകിയാണ്. ഇപ്പം നമുക്ക് വേണ്ടി മോഡൽ ചെയ്യാൻ വന്നിരിക്കേ. മുരളീകൃഷ്ണൻ അടുത്ത ചിത്രം ഈ കുട്ടിയെ വെച്ച് വരച്ച. എനിക്ക് മോഡലിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലേ. സാരമില്ല, ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. കണ്ടത് പകർത്താൻ എനിക്ക് സാധിക്കില്ല. ഓ, അങ്ങനെയാണെങ്കിൽ പിന്നെ മനഃപൂർവ്വമല്ല, മുന്നിൽ ആരിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വരയ്ക്കാൻ കഴിയില്ല. ശരി, ഞാനായിട്ട് നിങ്ങളുടെ ശീലം തിരുത്തുന്നില്ല. അതങ്ങനെ നടക്കട്ടെ. ഉമ്മ വരൂ. ഞാൻ വന്നത് വെറുതെ ആയല്ലേ സർ? അങ്ങനെ നിരാശപ്പെടുകയൊന്നും വേണ്ട. ഇവിടെ ഇനിയും പെയിന്റേഴ്സ് വരുന്നുണ്ട്. അവർക്ക് ഉമ്മയെ വെച്ച് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ പ്രതീക്ഷ വിടണ്ടെന്നർത്ഥം. അതെ. കുട്ടി എവിടെയാ താമസിക്കുന്നത്? ഇവിടെ അടുത്താണ് സർ. ഒന്ന് വിളിച്ചാൽ വരാവുന്നതേ ഉള്ളൂ. ഉമ്മയുടെ നമ്പർ എനിക്ക് തന്നോളൂ. വർക്കുണ്ടെങ്കിൽ ഞാൻ മുൻകൂർ അറിയിക്കാം. പറഞ്ഞോളൂ. 9747173558. ഞാൻ വിളിക്കാം, ഉറപ്പ്. താങ്ക് യു സർ. ഹലോ. ആ, സതീഷേ, നാളെ 2 പെയിന്റർമാരെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരെപ്പോൾ വരും സർ? നാളെ വന്നാൽ അസൗകര്യമാവോ? ഇല്ല, വരട്ടെ. ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ആരാ? സതീഷ് സാറിനെ കാണാൻ വന്നതാ. ഫൈനാൻസ് എന്നാ. ഞാൻ രഘു, ഇത് ജെസ്സി. ആ, സതീശ സാർ പറഞ്ഞിരുന്നു. അകത്തൂടെ കയറിക്കോ, അപ്പുറത്തെ ബിൽഡിങ്ങിലുണ്ട്. ഓക്കെ, വാ.
കൊട്ടാരത്തിലെ ഉദ്യാനത്തിൻ്റെ 2 ഭാഗങ്ങളാണ്. അതിൽ മങ്ങിയ ഹ്യൂമൻ ഫിഗറുകളുണ്ട്. അതിന് രൂപം കൊടുക്കണം. ഇത് തീരെ വ്യക്തമല്ലല്ലോ സാർ. സാരമില്ല, അതിൽ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് എന്നാൽ കഴിയുന്നത്ര നീതി പുലർത്തുന്ന സ്കെച്ച് ചെയ്യൂ. ബാക്കി പിന്നെ ആലോചിക്കാം. പെയിന്റ് ചെയ്യണം സർ. സ്കെച്ച് കണ്ടിട്ട് ഞാൻ പറയാം. ഇത് ഞങ്ങൾക്കുള്ള അസൈൻമെന്റ് ആണോ? അതെ, ഈ വർക്ക് തൃപ്തികരമായി വന്നാൽ നിങ്ങൾ ഈ പ്രോജക്റ്റിലേക്ക് ഹയർ ചെയ്യും. മോശമായാൽ വന്ന വഴിക്ക് പോകാം അല്ലേ സാർ? അതെ അതെ. പിന്നെ നിങ്ങളെ കൂടാതെ മുരളീകൃഷ്ണൻ എന്നൊരു പെയിൻറ്റർ കൂടെ ഉണ്ട്. ആ, അയാൾ സ്റ്റാഫാണോ? അല്ല, നിങ്ങളെപ്പോലെ തന്നെ. ഓക്കെ, വി ആർ റെഡി സർ. ഓക്കെ. ഹലോ, ആര്? വിനയനോ? ഓക്കെ ഓക്കെ, 10 മിനിറ്റ്, ഞാനിപ്പോൾ എത്താം. ഞാനിപ്പോൾ വരാം. ഓക്കെ സർ. ശരി. നകുല, ഓ ആരെങ്കിലും അന്വേഷിച്ച് വരികയാണെങ്കിൽ ഞാൻ വൈകിട്ടേ വരുമെന്ന് പറഞ്ഞാൽ ഓ മതി. ശരി ശരി.